Hello guys, welcome back to Flavorful Journey of Swati. മെയിൽ ഷോവനിസ്റ്റ്, അഗ്രസീവ്, ചേട്ടച്ചൻ, ഇതുപോലെ കുറെ വിളിപ്പേരുകൾ ഷാനവാസിനുണ്ട്. ഈ ടാഗ് ലൈൻസ് ഒക്കെ മാറ്റിയിട്ട് നല്ല അഭിപ്രായം പറയിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഷാനവാസ്. മെയിൽ ഷോവനിസ്റ്റ് എന്ന് പറയുമ്പോൾ അനു, ആദില, നൂറ, ഈ 3 ഗേൾസിനെ പറ്റിയിട്ടും നല്ല രീതിക്ക് ഒരു അഭിപ്രായം പറയിക്കാൻ ഇപ്പൊ ഷാനവാസിന് സാധിക്കുന്നുണ്ട്. ഇതൊരു മൈൻഡ് ഗെയിമായി തന്നെ എടുത്തുകൊണ്ട് തന്റെ നിലനിൽപ്പിനെ ഏതൊക്കെ തരത്തില് ബാധിക്കുന്നുവോ തന്റെ സ്വഭാവത്തിനെ മാറ്റിയെടുക്കാനുള്ള ഒരു മുന്നേറ്റം ഷാനവാസ് കാണിക്കുന്നുണ്ട്. അതിന്റെ ബേസിസിൽ ഷാനവാസ് ഒരു നല്ല പേഴ്സൺ ആവുന്നുണ്ട്. വിൻ ചെയ്യാനുള്ള കാലിബർ ഉള്ള ആളായിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസ്. അങ്ങനെ പറയുകയാണെങ്കിൽ തന്റെ അഗ്രസീവ് ആറ്റിറ്റ്യൂഡും മെയിൽ ഷോവിനിസ്റ്റ് ആറ്റിറ്റ്യൂഡ് എല്ലാം തന്നെ മാറ്റിക്കൊണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് ഷാനവാസിന് സാധിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ നെവിൻ നല്ല രീതിക്ക് പ്രൊവോക്ക് ചെയ്യാനായിട്ട് ഷാനവാസിന് ശ്രമിച്ചെങ്കിലും ഒരു ചിരിയോടുകൂടി അതിനെ നേരിടുകയും തിരിച്ച് മറുപടികൾ പറയുന്നുണ്ടെങ്കിൽ അത് ഒട്ടും ട്രിഗർ ആവാതെ നെവിന്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ നെവിന് ഉത്തരം മുട്ടി നെവിൻ തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. മുന്നുണ്ടായിരുന്ന ഷാനവാസ് തികച്ചും അഗ്രസീവായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഷാനവാസിന്റെ ഈ ഒരു മാറ്റം ഉറപ്പായിട്ടും നല്ല രീതിയിലോട്ടാവട്ടെ. ഷാനവാസ് തന്നെ വിൻ ചെയ്യും. ഇന്നലത്തെ എപ്പിസോഡില് നെവിൻ, ഷാനവാസ് ആൻഡ് അനു ഇവര് 2 പേരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു പെർഫോം ചെയ്തിരുന്നത്. അനു കറക്റ്റ് ആയിട്ട് ആ കുഴിയിൽ വീണ് കൊടുക്കുകയും ചെയ്തു. അനുമോൾക്ക് ഓൾറെഡി ഒരു ജെൻഡർ കാർഡ് കിട്ടിയിട്ടുണ്ട്. കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറാം എന്നൊരു രീതി അനുവിന്റെ ഡിക്ഷണറിയിലേ ഇല്ല. അനു ഇപ്പോഴും പണ്ടത്തെ ആ ഒരു തരത്തിലുള്ള ചിന്താഗതിയും പണ്ടത്തെ രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനു നെവിൻ കുഴിച്ച കുഴിയിൽ കറക്റ്റായിട്ട് വീണു കൊടുത്തു. ഇന്നലെ പെർഫോമൻസ് അനുവിന്റെ ബെഡിൽ കയറി നെവിൻ വെള്ളം ഒഴിച്ച് ആ ബെഡ് ചേഞ്ച് ചെയ്ത് വേറൊരു ബെഡ് എടുത്തിടാൻ നോക്കിയിട്ടും അനു അതിന് സമ്മതിക്കാതെ ഗാർഡനിൽ വേറെ എവിടെയോ ചെന്ന് ഒരു സോഫയുടെ ബാക്കിൽ ചെന്ന് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഇതൊക്കെ എല്ലാം തന്നെ കറക്റ്റായിട്ടും ഡ്രാമ തന്നെയാണ്. അങ്ങനെ ഒരു സിമ്പതി പിടിച്ചു പറ്റുക എന്നുള്ളതൊക്കെയാണ് അനുമോളുടെ ഉദ്ദേശം എന്ന് തോന്നുന്നു. അറിയില്ല, അതല്ല ആളുടെ ക്യാരക്ടർ അതാണോ എന്നും അറിയില്ല. അനുമോളെ പോസിറ്റീവായി കണ്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. വെരി നെക്സ്റ്റ് ഡേ അനുമോളെ കുറിച്ചിട്ട് ഒരു നെഗറ്റീവ് പറയാനാണ് ഉണ്ടായത്. അനുമോള് ഒരിക്കലും നമ്മളെ കൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പറയിപ്പിക്കില്ല എന്നുള്ള ഒരു ശബ്ദമുള്ള പോലെയാണ് തോന്നുന്നത്. എനിവേ, ഇന്നലത്തെ എപ്പിസോഡിന്റെ ഒരു സാരാംശമാണ് ഇത്. 3 പേര് ക്യാപ്റ്റൻസ് ആയിട്ട് കൂടി ക്യാപ്റ്റൻസി എന്നൊക്കെയുള്ള രീതിയിലാണ് ഇന്നലത്തെ എപ്പിസോഡ് പോയത്. എനിവേ, വീക്കെൻഡ് എപ്പിസോഡിൽ നമുക്ക് കാണാം എന്തായിരിക്കും ഇതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ചർച്ചകളെന്നും ഇതിന്റെ ബേസിസിൽ എന്തൊക്കെ റിസൾട്ടാണോ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതൊക്കെ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.